വോട്ടെടുപ്പിന് മുൻപേ ഭൂരിപക്ഷം പറയാൻ പറ്റുന്ന ആത്മവിശ്വാസത്തിലാണ് പൊന്നാനിയിലെ LDFിന്റെയും UDFിന്റെയും സ്ഥാനാർത്ഥികൾ. തീർച്ചയായിട്ടും ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നത് അദ്ദേഹം 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ പി.വി. അൻവർ അവകാശപ്പെടുന്നത് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണമാണ് ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ പ്രതീക്ഷ. വെൽഫെയർ പാർട്ടിയുടെയും ദേശീയപാത ആക്ഷൻ കൗൺസിലിന്റെയും പിന്തുണ ഭൂരിപക്ഷം കൂട്ടുമെന്ന് കരുതുന്നു. മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കപ്പുറം ന്യൂനപക്ഷ വിഷയങ്ങൾ സ്വന്തം നിലയിൽ ഇടപെട്ടു എന്നതും പ്രതീക്ഷയ്ക്ക് കാരണമാണ്. 2009 ലഭിച്ച 82,000 കടന്ന് 1,00,000 വോട്ടെന്ന റെക്കോർഡ് ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ചിലപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും. 25 കൊല്ലമായിട്ട് അതിൽ വരുന്ന ഏറ്റവും വലിയ റെക്കോർഡായിരിക്കും എന്നാണ് ഇതെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് വോട്ടിലും സമസ്ത IK വിഭാഗം വോട്ടിലും വിള്ളലുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ PV അൻവറിനുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം പൊന്നാനിയിലും തവനൂരിലും താനൂരിലും നിലനിർത്താനാകുമെന്നും കരുതുന്നു. തൃത്താലയിലും ഭൂരിപക്ഷം ഉറപ്പിക്കാമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന്റെ ഒരു പൾസും ജനങ്ങളുടെ ഒരു ഹൃദയവും അവരുടെ ചിന്തയും മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ കൃത്യമായി പറയുന്നു, 50,000-ൽ കുറയാത്ത വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ വിജയിക്കുന്നു. വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്നാണ് മറ്റെല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷ. വിജയിക്കുമെന്ന് മാത്രമല്ല, ഭൂരിപക്ഷവും പറയുന്നുണ്ട് ഇ.ടി. മുഹമ്മദ് ബഷീറും PV അൻവറും. അപ്പോൾ തന്നെ ഊഹിക്കാം എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളെന്ന്. വിഘ്നേഷ് പെരുവള്ളൂരിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, പൊന്നാനി.